ഹലോ ഹായ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ജോലി ബിസിയായിരുന്നു. അതാ കുറച്ച് ഫ്രീ ആയത്. ഇപ്പോൾ ഞാനുള്ളത് ലുസൈൽ ബോളിവാർഡിലാണ്. ഇപ്പോൾ ഖത്തറിൽ നമ്മുടെ ഏഷ്യൻ കപ്പ് നടക്കുമല്ലേ, നടക്കുന്ന ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ. ലുസൈലാണ് അവിടെ ലുസൈൽ ബോളിവാർഡിലാണ് ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ കറങ്ങി. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം കാണാനായിട്ടാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ വേറൊരാൾ കൂടെ ഉണ്ടായിരുന്നു. പുള്ളി നേരത്തെ തന്നെ അവിടെ എത്തി സ്റ്റേഡിയത്തിൽ ഇടം പിടിച്ചു. ഞാനാണെങ്കിൽ താമസിച്ചു പോയി. ഇന്ത്യയുടെ കളി കുഴപ്പമില്ലായിരുന്നു സെക്കൻഡ് ഹാഫ് വരെ. പിന്നെ കൈവിട്ടു പോയി. 2 ഗോളിന് ഇന്ത്യ തോൽവി സമ്മതിച്ചു. അത്യാവശ്യം നല്ല ആൾക്കാർ 36,000 പേരോളം കാണാനുണ്ടായിരുന്നു. മാച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ നല്ല ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തെവിടെ പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ റൂമിൽ പോയിട്ട് ഫ്രഷായി നേരെ ബോളിവുഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പവലിയനായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഇപ്പോൾ കാണാൻ പോകുന്നത് സിറിയൻ പവലിയനാണ്. ഇവിടെ കാണുന്നതൊക്കെ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള പവലിയൻസാണ്. നമ്മുടെ ഏഷ്യൻ കപ്പിന് കളിക്കാൻ വന്നവരുടെയൊക്കെ പവലിയൻസാണ്. അപ്പോൾ നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് നമ്മുടെ ജോർദാൻ്റെ പവലിയനാണ്. ഇത് മലേഷ്യയുടെ പവലിയനാണ് ഇത് കാണുന്നത്. അടുത്തത് കാണുന്നത് ജപ്പാൻ്റെ ആണ്. ഇത് ബഹ്റൈൻ്റെ പവലിയനാണ്. ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അവർ ഒഫീഷ്യലായിട്ടുള്ള എന്തോ പരിപാടിയാണ് നടക്കുന്നത് മനസ്സിലായി. അത് കഴിഞ്ഞ് അടുത്ത പവലിയനിലേക്ക് പോയി. UAEയുടെ പവലിയനാണ് അടുത്തത്. ഒമാൻ്റെ പവലിയനെ കുറച്ച് നോക്കിയിരുന്നു. നേരെ സൗദിയുടെ പവലിയനിലേക്ക് പോയി. അത്യാവശ്യം വലിപ്പമുള്ള പവലിയനാണ് സൗദിയുടെ. അടുത്ത് വരുന്നത് നമ്മുടെ ഖത്തറിൻ്റെ പവലിയനാണ്. അതും നല്ല വലിപ്പമുള്ളതാണ് പവലിയൻ. ഖത്തറിൻ്റെ പവലിയനിലും എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അതും കുറച്ച് നേരം അവിടെ നോക്കി നിന്നു. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പവലിയനാണ് ഇറാഖിൻ്റെ പവലിയൻ. നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം. അവിടെയാണ് അടുത്ത് നമ്മൾ ചെന്നത്. അടുത്ത വന്ന പവലിയൻ പലസ്തീൻ്റെ പവലിയനാണ്. അതുപോലെ ഒരുപാട് ആൾക്കാർ തടിച്ചു കൂടി നിൽക്കുന്നുണ്ട്. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കുറേ കുട്ടികളെല്ലാം അവിടെ അവരുടെ മാപ്പെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. കുറേ നമ്മുടെ എത്യോപ്യക്കാരും ഉണ്ട് അവിടെ. പലസ്തീൻ്റെ ഇത് അവിടെ. ഇപ്പം നമ്മളും അവിടെ കയറി പലസ്തീൻ്റെ ഫ്ലാഗ് വെച്ച് അവർക്ക് ഐക്യദാർഢ്യം കൊടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ ചെന്നത് ചൈനയുടെ പവലിയനിലേക്കാണ്. അത്യാവശ്യം ചൈനീസ് ബന്ധപ്പെട്ട പവലിയൻ. അത് കഴിഞ്ഞ് ഹോങ്കോങ് എത്തി. ഹോങ്കോങ്ങിൻ്റെ പവലിയനാണ് ഈ കാണുന്നത്. പിന്നെ നേരെ സ്ട്രെയിറ്റ് മുന്നേ കാണുന്നതാണ് നമ്മുടെ മെയിൻ സ്റ്റേജ്. അതിനോട് ചേർന്നാണ് ഓസ്ട്രേലിയൻ പവലിയൻ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് വിയറ്റ്നാമിൻ്റെ പവലിയനാണ്. ഇത് 1 കിലോമീറ്ററോളം നടന്നാണ് ഇതെല്ലാം കാണുന്നത്. അടുത്തടുത്തല്ല.
വിയറ്റ്നാം കഴിഞ്ഞത് തായ്ലാൻഡ് വന്ന് തായ്ലാൻഡാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയും അവരുടെ ഒഫീഷ്യലായിട്ട് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരുടെ ഡ്രസ്സിങ് ഒക്കെ ഉണ്ടോ, സൂപ്പർ അല്ലേ. അടുത്തായി കാണുന്നത് ഇന്തോനേഷ്യൻ്റെ പവലിയനാണ്. ഇതാണ് ബോളിവുഡിൻ്റെ മെയിൻ അട്രാക്ഷൻ. 4 ടവറുകൾ കണ്ടോ, അത് നല്ല ബ്ലൂ കളറിൽ ഷെയ്ഡായിട്ടുള്ള ഇതാണ് മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ. നല്ല ക്രൗഡുണ്ട്, കാണാൻ നല്ല പൊളിയാണ്, നല്ല വൈബ് സ്ഥലം. നമ്മുടെ ഇന്ത്യയുടെ പവലിയൻ ഇത് കഴിഞ്ഞിട്ടാണ്. ഈ കാണുന്നതാണ് ഇന്ത്യയുടെ പവലിയൻ. സൂപ്പർ അല്ലേ. താജ്മഹലൊക്കെ സെൻറ്ററാക്കി കണ്ട് നല്ല പതാക കണ്ട നമ്മുടെ സൂപ്പറായിട്ട് നല്ല അലങ്കരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ആൾക്കാർ ഇഷ്ടംമാതിരി ഉണ്ട്. ഇന്ത്യൻ പവലിയന് നമ്മുടെ DJ ഹോളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഇന്ത്യൻ പവലിയൻ ഒരുക്കിയിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ രാജ്യങ്ങളുടെ പവലിയൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ കണ്ടില്ല കുറേ രാജ്യങ്ങളുണ്ട്, അതുപോലെ എല്ലാ രാജ്യങ്ങളുടെ പവലിയൻ ഉണ്ട്. ഇതാണ് DJ നടക്കുന്ന സ്ഥലം, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. DJ നടക്കുന്നതിന് നേരെ ഓപ്പോസിറ്റാണ് ഉസ്ബെക്കിസ്ഥാൻ്റെയും അതുപോലെ തന്നെ തജാക്കിസ്ഥാൻ്റെയും പവലിയനുള്ളത്. ഇതൊക്കെയാണ് ബോളിവുഡിലെ ഏഷ്യൻ കപ്പുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി ഇനിയും കാണാം. എല്ലാവരും വീഡിയോ കാണും, സബ്സ്ക്രൈബ് ചെയ്യണം.